എടി ശിവ, നീ അറിഞ്ഞു ആര്യമീസ് അപ്പുറത്തെ ക്ലാസ്സിൽ പേപ്പർ എടുത്തു? ആണോടി അമിന? ഞാൻ അറിഞ്ഞില്ല. ഞാനാണെങ്കിലും ഒന്നും എഴുതിയിട്ടില്ല. ഞാനാണെങ്കിലും എന്തൊക്കെ എഴുതി വെച്ചിക്കണു. എന്തൊക്കെ നടക്കാന്നാ അവിടെ. നീ എന്താ എഴുതിക്കണേ? ഞാനും ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പോതി അങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഞാനും എന്തൊക്കെ എഴുതി വെച്ചിക്കണു. ശിവ അജുള്ള വാക്കൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ടോൾക്ക് ഫുൾ മാർക്കേക്കാരം. അത് ശരിയാടാ. അവള് പിന്നെ ഇങ്ങനെ വെറുതെ പിച്ചും പറയാനുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം അമിനാക്കന്നെ കരം ഫസ്റ്റ്. ഞങ്ങൾക്ക് രണ്ടാക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ടീച്ചർ ഇപ്പോൾ വരൂ. ഞാൻ പിന്നെ 10-18 പേപ്പർ എടുത്തുക്കണം. അതിൽ ഓരോ പേപ്പറിനും ഓരോ മാർക്ക് വെച്ച് കിട്ടിയാൽ തന്നെ 18 മാർക്കാവും. പാസ്സാവാനുള്ള മാർക്ക് അങ്ങനെയും കിട്ടും. ഈ 10-18 പേപ്പറൊക്കെ എടുത്തുക്കണോ? ഞാനാകെ 3-4 പേപ്പറുകൾ എടുത്തിട്ട് അതന്നെ ഫുൾ എഴുതിയിട്ടില്ല. ഞാൻ 15 പേപ്പറിൽ ഓരോന്ന് എഴുതിക്കണു. ആ പേപ്പറിനെങ്കിലും ഓരോ മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ ബുദ്ധി ഇക്കൊന്നില്ലല്ലോ. ഏതായാലും ടീച്ചർ വരട്ടെ, നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എന്താ സുലൈമാനെ നീ പെണ്ണുങ്ങളെ ഭാഗത്ത് നോക്കിയിരിക്കണ? അയ്യോ ടീച്ചർ വന്നോ? ഞാൻ കണ്ടില്ല. അതിന് എന്റെ കണ്ണ് ഇവിടെ ഒന്നല്ലല്ലോ എന്നെ കാണാനേ. എന്റെ കണ്ണ് കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടുകാരനെ പോലെ എപ്പോഴും പെണ്ണുങ്ങളെ നോക്കല്ലേ. എന്റെ പേപ്പറിൽ എന്തായാലും ഇഷ്ടം പോലെ എഴുതിക്കൂടല്ലോ. എവിടെ നിനക്ക് ഇത്രയൊക്കെ എഴുതാൻ കിട്ടിയാണ്? അയ്യോ എനിക്കും മാർക്കും കുറച്ചല്ലോ ഉണ്ടാവുക. ഏതായാലും പേപ്പർ വരാം. എന്റെ കൈ പിടിച്ചെന്നിട്ട് കാര്യമല്ലല്ലോ. പേപ്പർ കൈ പിടിച്ചിട്ട് കൈ വേദന തുടങ്ങിക്കണു. ശിവ ടീച്ചറെ മാർക്ക് വിളിച്ചറിയണ്ട. എന്തിനാ മാർക്ക് വിളിച്ചറിയാതിരിക്കണോ? ഇഷ്ടം പോലെ മാർക്ക് ഉണ്ടല്ലോ. 5 മാർക്ക്. എല്ലാരും കേട്ടോളി. അയ്യോ ടീച്ചർ എന്നെ നാട്ടിച്ചേ. അന്നെ നാട്ടിക്കൊന്നല്ല വേണ്ടത്. അന്നെ 4 ആൾക്കാരെ മുമ്പിലിട്ട് തല്ലാണ്ട്. എന്താ അവളെ സ്കൂളിൽ തന്നെ കോലം? ഡ്രസ്സിനൊത്ത പൊട്ട്, 2-3 ലെയറില്ല മാല, 5-6 സെറ്റ് വള, എന്തൊക്കെ ഇട്ടോള് പോരുന്നേ. എനിക്ക് ഈ ഒരുങ്ങണ നേരെ ഇരുന്ന് പഠിച്ചൂടെ? പരീക്ഷയ്ക്ക് 2 അക്ഷരം. ഏതായാലും അവിടെ ഇരിക്കേ. അടുത്ത വിഷ്ണു. ആ മഹാനൊന്ന് എണീറ്റ് കാണട്ടെ. കുറെ ദിവസമായല്ലോ കണ്ടിട്ട് ഇവിടെ. എന്തെന്ന് ഇങ്ങോട്ട് പോന്നു? അല്ലെങ്കിൽ മാവേലിയുടെ പോലെ ആഴ്ചയിൽ ഒരിക്കലും വരല്ലേ? അനക്കാ പരി കുത്തിരുന്നൂടെ? അനക്ക് ഈ മുട്ട മേടിച്ചാണ് ഇങ്ങോട്ട് പോരണ്ടീന്നോ? ഇന്ന് എന്തേ മഹാൻ ഇങ്ങോട്ട് എഴുന്നള്ളി? എന്നാ പിടിച്ചോ. അതേതായാലും നന്നായി. അപ്പോഴും ക്ലാസ്സിലുള്ള കുട്ടികളൊന്നും കാണാലോ. അല്ലാതെ പഠിച്ചാനൊന്നും അല്ലല്ലേ. അപ്പോഴും എന്റെ തർക്കുത്തരത്തിന് ഒരു കുറവില്ല. എന്റെ അമ്മനെ എന്തായാലും എനിക്കൊന്ന് കാണണം. കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട്. എന്നോട് പറയണ്ടാണ് എന്നോട് അറിയില്ലേ? അമ്മനോട് പറയണ്ടാണ് അമ്മനോട് അറിയാം. അപ്പു ഇതെന്തായാലും വിഷ്ണുവിന്റെ ഒപ്പം നടന്നിങ്ങനെ കേടന്നോ? ഓനോ പഠിച്ചൂല. എന്നാ പഠിച്ചോലെ പഠിച്ചാനേ ആക്കൂല. എന്നാ 3 മാർക്ക് പിടിച്ചോ. ആമിന. യെസ് ടീച്ചർ. 49 മാർക്ക് എംബിയില്. ഈ ക്ലാസ്സിലെ ഏറ്റവും പഠിക്കുന്ന കുട്ടിയോളാണ് കേട്ടോ. ഈ ക്ലാസ്സിന്റെ തന്നെ സ്കൂളിൽ തന്നെ അഭിമാനാണ് ഓള്. എന്താ അമിന എന്നിട്ട് എന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഓള് ബാക്കിയൊരു മാർക്ക് എങ്ങോട്ടാ പോയി നോക്കിയ കാര്യം. അനക്ക് എന്റെ കാര്യം നോക്കിയാ പോരാ. ബൊജ്ജ് എന്തിനാ ഓളെ കാര്യത്തിൽ തലയിടുന്ന? ഓളെ കാര്യത്തിൽ ഞാൻ തലയിടണ്ട ടീച്ചറെ. തലയിടണേ. അതെന്തിനാ ഡാബു? ആമിന ആ 1 മാർക്ക് പോട്ടെ. അടുത്ത പരീക്ഷയിൽ എംബിയിലെ 80 പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിക്കണു. അതാ ടീച്ചർ 1 മാർക്ക് കുറച്ച്. ഓക്കെ ടീച്ചർ. ലച്ചു 20. ലച്ചു നീ എന്താ മാസം കണ്ടൊക്കെയാണോ നീച്ചിക്കേ? യെസ് മിസ്. 20 മാർക്ക്. 20 മാർക്കൊക്കെ ഉണ്ടോ? 20 മാർക്കൊന്നും പോരട്ടെ ലച്ചു. അടുത്ത എക്സാമിന് 50-ൽ 45-ലും മേടിച്ചോണ്ടോ. ഈ ക്ലാസ്സിൽ അടുത്ത പ്രതീക്ഷക്ക് 5 ഉള്ളൂ. നീ പഠിച്ചോണ്ടോ. ഓക്കെ മിസ്. പാറു. യെസ് മിസ്. എന്താ പാറു ഇത്? 5 കെട്ട് പേപ്പർ എടുത്തുകൂടല്ലോ. അതിലാണെങ്കിൽ ഒന്നും ഇല്ലേനു. 50-ൽ 4 മാർക്ക്. എന്തിനങ്ങനെ പേപ്പർ വേസ്റ്റ് ആക്കാൻ ഒരു 10-15 എടുക്കണത്? 1-2 എടുത്താ പോരെ? അത് പിന്നെ മിസ്സേ ഞാൻ കുറെ എഴുതിന്നോ. എന്ത് എഴുതിക്കണത്? ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ അതേപോലെ എഴുതി വെച്ചതോ? അതിനാണെങ്കിൽ പേപ്പർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനൊക്കെ വയ്ക്കും. പിന്നെ അതേപടി ആൻസർ പേപ്പറിൽ എഴുതേണ്ട ഒരു ആവശ്യമല്ല. പക്ഷെ നാണം കിട്ടും. ഇനി അടുത്ത എക്സാമിനൊന്നും ഇതല്ലെങ്കിൽ 1-2 പേപ്പർ എടുത്താൽ മതി കേട്ടോ. പേപ്പർ വെറുതെ വേസ്റ്റ് ആക്കണ്ട. കണ്ണൻ. 7 മാർക്ക്. എടാ കണ്ണ അണക്കൊന്ന് നേരെ പഠിച്ചൂടെ? ഒരു 18 മാർക്കിലും മേടിച്ചാൽ നമുക്ക് ജയിച്ചായിരുന്നില്ലേ? എല്ലാ എക്സാമിനും കഴിഞ്ഞിട്ട് എന്നല്ലേ പറയില്ലേ അടുത്ത പ്രാവശ്യം നോക്കാന്ന്? ഇതുവരെ നോക്കിയില്ലേ? നോക്കാനല്ല, അടുത്ത പ്രാവശ്യം എന്തായാലും നോക്കണം. ഞാൻ എന്റെ അമ്മനോട് കാണുന്നുണ്ട്. അമ്മനോട് പറയാണ്ട് കുറച്ച്. ഉണ്ണി 9 മാർക്ക്. എന്താ ഉണ്ണി എക്സാമിനൊന്നും പഠിച്ചില്ലേ? കറണ്ട് ഇല്ലെങ്കിൽ എനിക്ക് എന്താ മെഴുകുതിരി കത്തിച്ച് പഠിച്ചിടാനില്ലേ? പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരുന്നത്. ഇതിപ്പോ 10 ഉഴപ്പണുണ്ട് കേട്ടോ. അടുത്ത എക്സാമിന് 50-ൽ 20 മാർക്ക് കഴിഞ്ഞ് പഠിച്ചോണ്ടു. ഇരുന്നവിടെ ബെല്ലടിച്ചു ടീച്ചറെ. ഇപ്പം ചെവിക്കൊണ്ടൊക്കെ കേൾക്കാൻ പറ്റൂട്ടോ. എന്നാ ടീച്ചർ പോയിക്കോളിയും. പോണോ പോണ്ടോന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. നാളെ വരുമ്പോ 18 മാർക്കിന്റെ അടിയിലുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ 50 തവണ ഇംപോഷൻ എഴുതി വരുന്നുണ്ട് കേട്ടോ. എഴുതാത്തോലും നാളെ ക്ലാസ്സിന്റെ പുറത്തായിരിക്കും. ക്ലാസ് കയറ്റൂല. ഓക്കെ മിസ്. നീ ക്വസ്റ്റ്യൻ ആൻസർ 100 വട്ടം എഴുതി കേട്ടോ. എന്ത് വേണ്ടായിരുന്നു? ഞാനല്ലേ തന്നെ എന്നോട് 100 വട്ടം എഴുതാൻ പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. എല്ലാവർക്കും 4-5 മാർക്കിലും ഉണ്ട്. എനക്ക് എന്തേ വട്ടം പൂജ്യം? എനിക്കൊരു 100 പ്രാവശ്യം ഇംപോഷൻ എഴുതിക്കും. എന്നിട്ട് നാളെ ഓഫീസിൽ വന്ന് തന്നെ കാണിച്ചിട്ട് വന്നാൽ മതി ക്ലാസ് കേട്ടോ. 50 വട്ടം ഇംപോഷൻ എഴുതാൻ കൊടുത്തോ പോലെ. എന്നിട്ട് എനിക്ക് വാക്കിനൊരു കുറവില്ല. നീ 100 വട്ടം എഴുതിക്കോ.
മാമിന് മാത്രം തെറ്റിയ ഒരു ഉത്തരം 5 ആയിട്ട് എഴുതിയാൽ മതി ട്ടോ അമിന. യെസ് മിസ്. അപ്പൊ പറഞ്ഞ പോലെ നാളെ വരുമ്പോ എല്ലാരും പോഷൻ എഴുതിയിട്ട് ക്ലാസ് കയറിയാൽ മതി.